ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റേഷൻ അരിയും ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന നല്ലൊരു 4 മണി പലഹാരമാണിത്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് റേഷൻ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് സ്നാക്സ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. 2 കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/2 കിലോ അരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇത് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കറുത്ത അരിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പെറുക്കി കളഞ്ഞ് നല്ല പോലെ കഴുകി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ ഒന്ന് കഴുകി ഊറ്റിയെടുത്തൊക്കെ കൊണ്ടുവരട്ടെ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കഴുകി കുറച്ച് സമയം വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകിയെടുത്ത അരി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് സമയം ഒന്ന് സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നല്ല പോലെ വറുത്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് റേഷൻ അരി എന്നല്ല ഏത് അരി വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞങ്ങളിവിടെ സാധാരണ ചോറ് വെക്കാനും മട്ട റൈസാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് തയ്യാറാക്കി എടുക്കാറാണ് റേഷൻ അരി വെച്ച് ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ പുട്ടിനൊക്കെ പൊടിപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ അരി കുറച്ചൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതവിടെ ഇതുപോലെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ വറുത്തിട്ടുമ്പോൾ നമ്മളിങ്ങനെ പാനിലിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക സൗണ്ടാണ് കേട്ടോ. ആ ഒരു സമയത്താണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. നല്ലപോലെ വറുത്തെടുക്കണം. നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല പോലെ വറുത്തെടുത്തെങ്കിലേ ഇത് പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ ഒരു പാനിൽ നിന്ന് ഈ ഒരു അരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കടല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒരു കൈപ്പിടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതും ഇവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. കരിയാത്ത രീതിയിൽ ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചതെല്ലാം ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണ് ഇത് മാറ്റിയിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാറി കിട്ടി. ഇനി നമുക്കിത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. തേങ്ങ കൂടുതൽ അളവിലെടുത്താൽ ഈ ഒരു സ്നാക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2.5 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ പൊടിച്ചതാണ്. ഇനി ഇത് നമുക്ക് ഈ ഒരു തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങയും ശർക്കരയൊക്കെ ഇവിടെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടത് രണ്ടും കൂടെ കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്കാണ് നമുക്ക് അരി പൊടിച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റെസിപ്പി എന്താണെന്ന് മനസ്സിലായി കാണും. എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള നൊസ്റ്റാൾജിക് റെസിപ്പിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ ഇട്ടിരുന്ന സമയത്ത് ഉമ്മ എപ്പോഴും തയ്യാറാക്കി തരാറുള്ളൊരു സ്നാക്കാണ് ഇട്ടത്. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി നല്ലൊരു ബോൾ ഷേപ്പിലാക്കി എടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ തയ്യാറാക്കിയെടുക്കണം. ഇതുപോലെ ഇത് മുഴുവനായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള റെസിപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ അരിയുണ്ടയെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റു ആയിട്ടുള്ള ഈ ഒരു അരിയുണ്ട നിങ്ങൾ മക്കൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്